ഹായ് കൂട്ടുകാരെ, നമ്മുടെ മത്തങ്ങ പാകമായെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നേ. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്ന് വെച്ചാൽ നാത്തൂനാണേ. അവരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ മത്തങ്ങ പാകമായെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നേ. നോക്കിയപ്പം പാകമായായിരുന്നു. അപ്പോൾ ഞങ്ങളത് മുറിച്ചെടുത്തു. നല്ല മുഴുത്ത മത്തങ്ങയായിരുന്നേ. എല്ലാം നല്ല വിളഞ്ഞായിരുന്നു. വിളവ് ഇത്തിരി കൂടിയാലേ ഉള്ളൂ. അപ്പം ഞങ്ങളത് പറിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് മത്തയിലേക്ക് ഞുള്ളാന്ന് വിചാരിച്ചും കൂടെ ഇറങ്ങിയതായിരുന്നു. കാരണം തോരൻ വെക്കാൻ വേണ്ടി ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറികളെ. അവിടെ അങ്ങനെ മത്തയിലൊന്നും ഇപ്പം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് മത്തയില ഞുള്ളി. പിന്നെ ഞങ്ങൾ കുറച്ച് ചേമ്പല ഇങ്ങനെ ഇല കെട്ടി കെട്ടി നമ്മൾ തോരനാക്കത്തില്ലേ, അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് ചേമ്പല നുള്ളി അതിങ്ങനെ കെട്ടി. എനിക്ക് പേടിയാണ്, എനിക്ക് കഴിച്ചാൽ നാക്ക് ചൊറിയിൽ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ചിലർക്കൊക്കെ നാവ് ചൊറിയും. പിന്നെ കുറേ മത്തങ്ങ കായ്ച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതെല്ലാം ഒന്ന് കൂട് കെട്ടിയിടാമെന്ന് വിചാരിച്ചു. അത് കണ്ടുപിടിക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. കാരണം മുഴുവൻ കാട് കയറി കിടക്കുവാണേ. മഴയും കൂടി ആയതുകൊണ്ട് പുല്ലൊന്നും വെട്ടാൻ പറ്റാതെ കാട് കയറി കിടക്കുക. അപ്പം മത്തങ്ങ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ എണ്ണം കണ്ടുപിടിച്ച് അതെല്ലാം കണ്ടുപിടിച്ചെല്ലാം ഞങ്ങൾ കൂട് കെട്ടിയിട്ട്. കാരണം ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറമ്പിൽ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇതാണ്, കണ്ടമായിരുന്നു പണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൂട് കെട്ടി നോക്കി കൂടൊന്ന് കെട്ടിയിട്ടില്ലെങ്കിൽ ഇതാ വെള്ളത്തിൽ കിടന്നിട്ട് അത് മുഴുവനും അങ്ങ് കേടായിപ്പോവും. പിന്നെ അത് ചെയ്തു. പിന്നെ നമ്മുടെ റംബൂട്ടാനൊക്കെ നല്ല പാകമായിട്ട് നല്ല തുടുതുടാ ചുമന്ന് കിടക്കുവാണേ. അപ്പോൾ പാകമായതെല്ലാം ഇനിയിപ്പോൾ അവർ വലയിട്ട് എടുക്കാൻ വരാറാവുന്നുള്ളേ. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം പറിക്കും. അങ്ങനെയൊക്കെ പോകുന്നു. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ?